ഞാൻ പ്രശാന്ത്. ജീവിതമെന്നാൽ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒന്നാണ്. ആദ്യമേ പറയട്ടെ, ഞാനൊരു കലാകാരനാണ്. സിനിമയാണ് എൻ്റെ ലക്ഷ്യം. എനിക്ക് മുന്നിൽ ദുർഘടമായ പാതയാണ്. സപ്പോർട്ടില്ലായ്മ തന്നെയാണ് എൻ്റെയും പ്രശ്നം. അത് സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാലും ഭാര്യയിൽ നിന്ന് തന്നെ ആയാലും. എനിക്കൊരു ഒഴിവ് കഴിവും കേൾക്കാൻ താല്പര്യമില്ല. നിനക്കും കുഞ്ഞിനു വേണ്ടി മാത്രം ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തുറന്ന് പറ. എങ്ങോട്ട് തിരിഞ്ഞാലും സംശയമാണ്. നീ പറയുന്നൊന്നും കേട്ട് ജീവിക്കാൻ എനിക്ക് പറ്റില്ല. എല്ലാ കാര്യങ്ങളും പറഞ്ഞുറപ്പിച്ചിട്ടാണ് നമ്മുടെ വിവാഹം നടത്തിയത്. എന്നിട്ട് നീ ഇങ്ങനെ തുടങ്ങിയാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? സമ്മതിച്ചു. ഞാനൊരു ജൂനിയർ ആർട്ടിസ്റ്റാണ് എന്ന് വെച്ച് എല്ലാ കാലവും അങ്ങനെ ആവണമെന്നില്ല. എൻ്റെ ഒപ്പം പ്രവർത്തിക്കുന്നവരുമായിട്ട് എനിക്ക് നിരന്തരം സംസാരിക്കേണ്ടി വരും. അതൊന്നും നിന്നോട് പറയേണ്ട കാര്യമില്ല. ഞാനേ സ്വതന്ത്രനായ ഒരു പുരുഷനാണ്, അടിമയല്ല. നീ അടിമയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഭാര്യ എന്ന നിലയിൽ നിന്റെ ഈ പോക്ക് കണ്ടു നിൽക്കാൻ എനിക്കാവില്ല. എന്നോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ ഈ ബന്ധത്തിന് എന്താ അർത്ഥം? പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുന്ന നല്ലത്, നമ്മുടെ മോൻ വളർന്നുകൊണ്ടിരിക്കുക. നിന്റെ ഉത്തരവാദിത്തം ഇല്ലായ്മയിൽ എനിക്ക് ടെൻഷനുണ്ട്. ആർക്ക് ഉത്തരവാദിത്തം ഇല്ലെന്ന്? എന്റെ മകനെ വളർത്താൻ എനിക്കറിയാം. അതിലെനിക്ക് ആരുടെയും ക്ലാസ് ആവശ്യമില്ല. നിന്റെ ഈ കാട് കയറിയുള്ള വർത്താനം ഉണ്ടല്ലോ, ഇപ്പൊ കുറച്ച് കൂടുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? നിങ്ങളുടെ കൂടെ നരയിക്കാനല്ല എന്റെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് അയച്ചത്. ഈ വീട്ടിലെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയോ? നരയിക്കാൻ ആരെയും ഞാൻ ഇവിടെ പിടിച്ചു വെച്ചിട്ടില്ല. മടുത്തു, ശരിക്കും മടുത്തു. എനിക്കും. ഇനിയും ഈ ബന്ധം ഇങ്ങനെ വലിച്ചയക്കണോ? നിന്റെ ഇഷ്ടം. എന്താടാ ഇനി എന്ത് ചെയ്യണമെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കണ്ട, സംസാരിച്ച് തീർക്കാവുന്നല്ലേ ഉള്ളൂ. അജയ് സാറിന്റെ പടം പുറത്തു വരുന്നതോടെ നിന്റെ തലവര മാറും. സന്ധ്യയോട് ഞാൻ സംസാരിക്കാം. കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. സന്ധ്യയുടെ അമ്മയോടും അച്ഛനോടും സംസാരിച്ചാലോ? നന്നായി. അതൊന്നും ശരിയാവില്ല. ഇതൊന്നും പ്രശ്നമാക്കണ്ടടാ, നീ ധൈര്യമായിട്ടിരി. എനിക്ക് ചെറിയൊരു അത്യാവശ്യമുണ്ട്, നമുക്ക് കാണാം. മരണം വരെ ഈ സ്നേഹത്തണലിൽ തന്നെ ജീവിക്കണം. നിന്റെ സ്നേഹം, നിന്റെ ഗന്ധം, നിന്റെ സ്പർശം, ഇതൊന്നും ഇല്ലാത്തൊരു ലോകം എനിക്ക് ചിന്തിക്കാൻ പോലും ആവില്ല. ഞാനുണ്ടാവും എന്നും, എല്ലായ്പ്പോഴും. എല്ലാ കാലവും ഈ നെഞ്ചിൽ ചേർന്നിങ്ങനെ നിൽക്കണം. പ്രശാന്തിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരാൻ ഞാൻ എന്നും ഒപ്പം ഉണ്ടാവും. പ്രശാന്തിന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എൻ്റേതു കൂടിയാണ്. ഒരു കലാകാരന്റെ ജീവിത പങ്കാളിയായതിൽ ഞാൻ ഭാഗ്യവതിയാണ്. അവൻ നിനക്ക് പറ്റിയ ആളല്ലെന്ന് ഞാൻ എത്ര കാലമായി പറയുന്നു. മനസ്സിലാക്കണ എന്താ എത്ര ബുദ്ധിമുട്ട്? ഈ ആയുസ് മുഴുവൻ സിനിമയിൽ അവിടെ എവിടെയും തല കാണിച്ച് അവൻ ഇങ്ങനെ നടക്കും. നിന്റെ ജീവിതം അങ്ങനെ അങ്ങൊടുങ്ങും. അവനെ കെട്ടിപ്പിടിച്ചിരുന്നാൽ നിന്റെ മോന്റെ ജീവിതവും നശിച്ചു പോവും. മേലാൽ അവന്റെ കുറ്റവും പറഞ്ഞ് നീ എന്റെ അടുത്തേക്ക് വരണ്ട. പറയാനുള്ളതല്ല, ഞാൻ പണ്ടേ പറഞ്ഞതാ. അവൻ സൂപ്പർ സ്റ്റാർ ആകുമെന്ന് പറഞ്ഞ് നീ ഇങ്ങനെ ഇരുന്നോ? സിനിമാക്കാരനാണ് പോലും. അവനൊക്കെ ഏത് ചെളിയിൽ ചവിട്ടി നടക്കുമെന്ന് ആർക്കറിയാം? അപ്പോ എങ്ങനെയാ കാര്യങ്ങൾ? എന്ത് കാര്യങ്ങൾ? തീരുമാനങ്ങളെല്ലാം നിന്റെ ആണല്ലോ, അങ്ങ് മൊഴിഞ്ഞാ മതിയാവും. നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. ഇന്ന് വരെ ഒരു പാഴ്വാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ആണല്ലേ നിനക്കിങ്ങനെ പറയാൻ?
നീ എന്നോട് പറഞ്ഞതെല്ലാം ഇപ്പോഴും എന്റെ കാതിൽ മുഴങ്ങുന്നുണ്ട്. പാഴ്വാക്ക് പറയാത്ത മഹതി. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്കൊരു ഡീലുണ്ടാക്കാം. പ്രശാന്തിന് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകുന്നില്ല. പകരം എന്റെ അച്ഛന്റെയോ ചേട്ടന്റെയോ സഹായത്തോടെ നമുക്കൊരു സംരംഭം തുടങ്ങാം. നാണക്കേടൊന്നും തോന്നേണ്ട കാര്യമില്ല. എല്ലാം നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാ. എന്റെ പട്ടി പോലും വരത്തില്ല നിന്റെ തന്തയുടെ ഔദാര്യം പറ്റാൻ. ഞാൻ ആരാണെന്നാണ് നീ കരുതിയത്? നിന്റെ താളത്തിനൊത്തു തുള്ളുന്ന വെറും ഓച്ചനാണെന്ന് കരുതിയോ? അങ്ങനെ എല്ലാ കാലവും ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് കളിച്ച് നടക്കാൻ പോകുന്നില്ല. കാത്തിരുന്ന് കണ്ടോ. നിന്നോട് ഞാൻ പലപ്പോഴും പറയുന്ന കാര്യമാണ്. ഞാനൊരു കലാകാരനായി തന്നെ മരിക്കും. എന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോഴേ ഞാനൊരു കലാകാരനാ. ഈ ജന്മത്തിൽ നിനക്കത് മനസ്സിലാവില്ല. കാരണം നമ്മൾ രണ്ട് മനസ്സാണ്. ഷൂട്ടിംഗ് ആണെന്ന് പറഞ്ഞേ നിന്റെ ഈ കറക്കമുണ്ടല്ലോ, അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ ചോദ്യങ്ങൾക്കൊന്നും നീ വ്യക്തമായൊരു ഉത്തരം തന്നിട്ടില്ല. ഒരു സംശയരോഗിയോട് സംസാരിച്ച് ആരോഗ്യം കളയാൻ ഞാനില്ല. എടാ, എന്തൊക്കെ ഉണ്ടോ നിന്റെ വിശേഷങ്ങൾ? എങ്ങനെ പോകുന്നു നിന്റെ സിനിമാഭിനയമൊക്കെ? ഉടനെ എങ്ങാനും നായകനാകുമോ? കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. നിങ്ങൾ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് വലിയ പീഡനമാണെന്നല്ലോ കേൾക്കുന്നത്. റോഡിൽ നിന്ന് ഡ്രസ്സ് മാറണം, ആഹാരത്തിന് ക്യൂ നിൽക്കണം, കാശാണെങ്കിൽ കിട്ടുന്നുമില്ല. വലിയ പാടല്ലേ? നിനക്ക് വേറെ വല്ല പണിയും നോക്കിക്കൂടെ? ഞാൻ നിന്നെ വിളിച്ചതേ സന്ധ്യയുടെ ചേച്ചിയുടെ ഭർത്താവ് എന്ന നിലയിലല്ല, എൻ്റെ ഒരു കൂട്ടുകാരനെ പോലെ കണക്കാക്കിയത് കൊണ്ടാ. അല്ല, ഞാൻ ഓപ്പണായിട്ടൊരു കാര്യം പറയാം. നിന്റെ ഈ സിനിമാ കളിയൊക്കെ നിന്റെ കുടുംബത്തെയാണ് ദോഷം. എല്ലാ കാലത്തും അവളെ കുറ്റം പറയാൻ പറ്റില്ല. പെണ്ണല്ലേ, അവൾക്കും ഒരുപാട് സ്വപ്നങ്ങളില്ലേ? നിന്റെ അഭിനയ മുഖത്തോടൊന്നും എനിക്കൊരു എതിർപ്പുമില്ല. പക്ഷേ സാഹചര്യവും സന്ദർഭമൊക്കെ നോക്കണ്ടേ? നീ നായകനാവുന്നത് കാത്തിരുന്നാൽ അവൾ പെരുവഴിയിലാകും. ദിവസങ്ങൾ പാഴാകുന്നത് നീ അറിയുന്നുണ്ടോ? വേറെ വല്ല പണി നോക്കുന്നതല്ലേ നല്ലത്. ഞാനും കൂടി സഹായിക്കാം. ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്റെ കുടുംബം നോക്കാൻ നിങ്ങളെ മുന്നിലും ആരെ മുന്നിലും ഞാൻ കൈനീട്ടില്ല, ഇനി വരികയുമില്ല. എല്ലാവർക്കും അവരുടെ തൊഴിൽ തന്നെ പ്രിയപ്പെട്ടത്. ഉപദേശത്തിന് നന്ദി. ചേടാ, ഇവൻ നന്നാവൂല. എനിക്കിതിലൊന്നും ചെയ്യാനില്ല. പുള്ളിക്ക് നമ്മൾ നല്ല കാര്യം പറയുന്നത് ഇഷ്ടമല്ല. വെറുതെ പ്രശ്നം ഉണ്ടാക്കാമെന്നല്ലാതെ. അവൻ വില്ലിങ് ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അല്ലാതെ ഞാൻ പറയുന്നത് കേക്ക്. അവന് നല്ല മനസ്സാണ്. നിന്നെയും മോനെയും മറന്നവനൊന്നും ചെയ്യില്ല. പിന്നെ സിനിമ ഫീൽഡ്, അവരെ പറ്റി പല പരദൂഷണങ്ങളും കാണുമല്ലോ. അച്ഛാ, മോനെ, എന്തിനാ ഇങ്ങനെ ചിന്തിച്ച് തല പുണ്ണാക്കുന്നേ? വിഷമിക്കരുത്. അച്ഛൻ എല്ലാം അറിയുന്നു. നീ എന്റെ മകനാണ്. ക്ഷമിക്കണം. ക്ഷമയാണ് ഏറ്റവും വലിയ ആയുധം. കലയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചിട്ടുള്ളതാണ് നിന്റെ ജീവിതം. ഒരു ശക്തിക്കും അത് വേർപെടുത്താനാവില്ല. നമ്മൾ കാത്തിരിക്കണം. പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പതറരുത്. എല്ലാം പരീക്ഷണങ്ങളാണ്. അതിൽ നമ്മൾ ജയിക്കുക തന്നെ വേണം. കരയരുത് മോനെ. എന്നും തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കണം. സന്ധ്യയും മോളും നിന്നെ കൈവിടില്ല. നിന്റെ വിജയം വിദൂരത്തല്ല. നീ ഒറ്റയ്ക്കുമല്ല. എല്ലായ്പ്പോഴും നിന്റെ അരികിൽ ഞാനുണ്ട്. നീ എന്റെ മകനാണ്. ഗോ ഹെഡ് യുവർ ലൈഫ്. ഓക്കേ? സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ഇടയിൽ നിന്നും ഒരാൾ മുൻനിരയിലേക്ക് കടന്നിരിക്കുന്നു. അജയൻ സാറിന്റെ സിനിമ
വൻ ഹിറ്റായതോടൊപ്പം നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കലാകാരനായ പ്രശാന്തിന്റെ വേഷവും ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ്. അഭിനന്ദനങ്ങൾ പ്രശാന്ത്. താങ്ക് യു. പിന്നെ അശോക് സാറിന്റെ പുതിയ പടത്തിലും ഇവൻ കമ്മിറ്റഡ് ആയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഇതുപോലത്തെ ഒരു സമയം ഉണ്ടാവും. പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. പ്രശാന്തിന് എന്റെ പേരിലും നമ്മുടെ അസോസിയേഷന്റെ പേരിലും എല്ലാ ആശംസകളും. എനിക്കിത് പണ്ടേ അറിയാമായിരുന്നു. എന്റെ പ്രോത്സാഹനമല്ലേ ഇത്? അല്ലേ? എനിക്കറിയില്ലേ പിന്നെ. ഞാൻ പറഞ്ഞപ്പോ ആരും വിശ്വസിച്ചില്ല. അജയ് സാർ ഒരു മിനിറ്റ്. ഹലോ സാർ, വളരെ സന്തോഷം. താങ്ക് യു സാർ, വളരെ സന്തോഷം. സാറിന്റെ പോലെ ആളിൽ നിന്നും വലിയ ബഹുമതിയാ. താങ്ക് യു വെരി മച്ച്. എല്ലാരും വന്നതിൽ ഒരുപാട് സന്തോഷം. നിങ്ങൾ കേക്ക് മുറിയാം. ഓക്കെ. എന്താ ഇത്രയും ലേറ്റ് ആയത്? എനിക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു. ഞാൻ മനോജിന്റെ വീട്ടിലായിരുന്നു. അത് വൈകുന്നേരം അല്ലേ? അതിന് മുമ്പ് എവിടെയായിരുന്നു? ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ. കിട്ടാതെ എന്താണെന്ന് എനിക്കറിയില്ല. 4 മുതൽ 6 മണി വരെ നിങ്ങൾ എവിടെയായിരുന്നു എന്ന് എനിക്കറിയാം. അത് ഞാൻ തന്നെ പറയണോ അതോ നിങ്ങൾ പറയുന്നോ? നിനക്ക് എന്തിന്റെ കുഴപ്പമാണ്? കുഴപ്പം ആർക്കാണെന്ന് ഞാൻ തന്നെ പറയാം. 4 മുതൽ 6 മണി വരെ നിങ്ങൾ എവിടെയായിരുന്നു അത് പറ. പറയാൻ മനസ്സില്ല. ശരിക്കും ഉത്തരം മുട്ടിയല്ലേ? മടുത്തു, ശരിക്കും മടുത്തു. പണ്ടേ മടുത്താണല്ലോ നമ്മൾക്ക്. അപ്പോ ഇനി എന്താ? ഒരിക്കലെങ്കിലും നിനക്കെന്നെ മനസ്സിലാക്കാമായിരുന്നു. ഒരുപാട് വൈകിപ്പോയി പ്രശാന്ത്. നമ്മൾ തമ്മിൽ ശരിയാവില്ല. 4 മുതൽ 6 മണി വരെ നീ എവിടെയായിരുന്നു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിർത്തടി. പറ്റില്ലെങ്കിൽ നിനക്ക് പോവാം. എനിക്കൊരല്പം സ്വസ്ഥത വേണം. എങ്ങോട്ട്? ഞാൻ എന്തിനാ പോണ്ടേ? ഈ ഫ്ലാറ്റിന്റെ 75% എന്റേതാ. മറന്നോ? അതിന് പോകേണ്ടത് ആരായിരിക്കും? അല്പം മനസമാധാനം നീ എനിക്ക് തന്നിട്ടുണ്ടോ? പറയടി. എടി പൊടി വിളിയൊന്നും ഈ വീട്ടിൽ വേണ്ട. അതെ, നിന്റെ ഇത്രയും ചീപ്പ് ആക്ടിംഗ് ഒന്നും ഇവിടെ വേണ്ട. ഇത് ഞാൻ കുറെ കണ്ടതാ സിനിമയില്. പ്രശാന്ത്, പ്രശാന്ത്, ഭാവി ഭർത്താവിനെ പറ്റി തന്റെ സങ്കല്പങ്ങളൊക്കെ അങ്ങനെയൊന്നുമില്ല. എനിക്കാണെങ്കിൽ സുഖമല്ലേ? എന്ത് സുഖം. നീ അവനെ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഞങ്ങൾ LP സ്കൂൾ കാലം തൊട്ട് ഒരുമിച്ച് പഠിച്ചവരാ. സന്ധ്യയും മകനെ മറന്നുകൊണ്ട് അവർ സെക്കൻഡ് പോലും ജീവിച്ചിരുന്നിട്ടില്ല. എനിക്ക് നന്നായിട്ടറിയാം. അപ്പോ എനിക്കറിയില്ലെന്നാണോ?
10 വർഷം കൂടെ ജീവിച്ചവളാ ഞാൻ. അവൻ പാവമായിരുന്നു. പക്ഷേ അന്നവന് പറയായിരുന്നു 4 മുതൽ 6 മണിവരെ എവിടെയായിരുന്നു എന്ന്. ആ സമയം അവൻ എന്നെയും മകനെ ഓർക്കണമായിരുന്നു. എന്നാ ഞാൻ പോട്ടെ.